ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ദേശീയ ഗോത്രോത്സവം ആദി മഹോത്സവ് 2024 രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഭാരത് വികസിത് ഗുജറാത്ത് പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രത്തിന്മേലുള്ള ചർച്ച രാജ്യസഭയിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച ചർച്ച ലോക്സഭയിലും പുരോഗമിക്കുന്നു. 2023-2024 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇപിഎഫ് നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് 8.25% വർദ്ധിപ്പിക്കാൻ തീരുമാനം. പാകിസ്ഥാനിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചിത്രം ഉടൻ വ്യക്തമാകും. നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന് സാധ്യത. അണ്ടർ 19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ഗോത്രോത്സവമായ ആദി മഹോത്സവ് 2024 ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഗോത്രകാര്യമന്ത്രി അർജുൻ മുണ്ട ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ ഗോത്ര പാരമ്പര്യത്തിന്റെ സമ്പന്നമായ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന വിധത്തിലാണ് ആദി മഹോത്സവ് സംഘടിപ്പിക്കുന്നത്. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മേള ഈ മാസം 18 വരെ നീളും. ഗോത്രകലകൾ, കരകൌശല വസ്തുക്കൾ, പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്ന സമ്മേളനമായിരിക്കും ആദി മഹോത്സവത്തിലുണ്ടാവുക. വികസിത് ഭാരത് വികസിത് ഗുജറാത്ത് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. പരിപാടിയുടെ ഭാഗമായി പിഎം ആവാസ് യോജന, മറ്റ് ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് കീഴിൽ നിർമ്മിക്കുന്ന 1.3 ലക്ഷം വീടുകൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. ഗുജറാത്തിലെ എല്ലാ ജില്ലകളിലുമായി 180ൽ പരം പ്രദേശങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സർക്കാർ പദ്ധതികളുടെ ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിപാടിയുടെ ഭാഗമാകും. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ബനസ്കന്തയിൽ നടക്കുന്ന പ്രധാന പരിപാടിയിൽ പങ്കെടുക്കും. പാർലമെന്റ് സമ്മേളനത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു. രാജ്യസഭയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രത്തിന്മേൽ ചർച്ച നടക്കുകയാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും ലോക്സഭ ചർച്ചയ്ക്കെടുത്തു. ശ്രീരാം ലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചരിത്രപരമാണെന്ന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബിജെപി എംപി ഡോക്ടർ സത്യപാൽ സിംഗ് പറഞ്ഞു. മനുഷ്യത്വമാണ് ഈ രാജ്യത്തെ ജനതയുടെ ഏറ്റവും വലിയ സ്വത്വമെന്ന് കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ മഹാരാഷ്ട്രയിലെ ഗോണ്ടിയ സന്ദർശിക്കും. ഗോണ്ടിയ, ഭണ്ഡാര ജില്ലകളിലെ പ്രമുഖ വ്യക്തികൾക്കും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും ഉപരാഷ്ട്രപതി സ്വർണ്ണ മെഡലുകൾ സമ്മാനിക്കും. ഗോണ്ടിയയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. 2047 ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിനായുള്ള പോരാട്ടമായിരിക്കും വരുന്ന പൊതു തിരഞ്ഞെടുപ്പെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇടി നൌ ആഗോള ബിസിനസ് ഉച്ചകോടി 2024 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 സ്വയം പര്യാപ്തമായ വികസിത ഭാരതം എന്ന വീക്ഷണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇപിഎഫ് നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് 8.25% വർദ്ധിപ്പിച്ചു. 3 വർഷത്തെ ഉയർന്ന നിരക്കാണിത്. ന്യൂഡൽഹിയിൽ നടന്ന ഇപിഎഫ്ഒയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ 235ാമത് യോഗത്തിലാണ് തീരുമാനം. രാജ്യത്തെ തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ് നിറവേറ്റുന്നതിനുള്ള ചുവടുവയ്പ്പാണ് ഈ നീക്കമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നുള്ള കോൺഗ്രസ് എംഎൽഎ നരഭരത് റെഡ്ഡിയുടെ വസതികളിലും ഓഫീസുകളിലും ഇന്ന് പുലർച്ചെ ഇഡി റെയ്ഡ് നടത്തി. അദ്ദേഹത്തിന്റെ പിതാവും മുൻ എംഎൽഎയുമായ സൂര്യനാരായണ റെഡ്ഡിയുടെ ഓഫീസുകളിലും സംഘം ഇന്ന് റെയ്ഡ് നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം നൽകുന്നതിന് ആവിഷ്കരിച്ച റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം മറ്റന്നാൾ നടക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നിയമന ഉത്തരവുകൾ കൈമാറും. രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം യുവാക്കളുടെ ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് റോസ്ഗാർ മേള സംഘടിപ്പിക്കുന്നത്.
2040ഓടെ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. തിരുവനന്തപുരത്ത് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 5ാം എഡിഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോക്കറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പല മേഖലകളിൽ മറ്റു രാജ്യക്കാർക്ക് ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന തരത്തിലേക്ക് വളരാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വയനാട് ജില്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം. ഡ്രൈവറായ അജിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. സംഭവം അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശ് സന്ദർശിക്കും. ഝാബുവയിൽ 7300 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. 2 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ആഹാർ അനുദാൻ പദ്ധതിയുടെ പ്രതിമാസ ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്യും. മധ്യപ്രദേശിലെ പ്രത്യേക പിന്നാക്ക ഗോത്ര വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണത്തിനായി പ്രതിമാസം 1500 രൂപ നൽകുന്നതാണ് പദ്ധതി. കൂടാതെ സ്വാമിത്വ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് 1.75 ലക്ഷം രേഖകൾ വിതരണം ചെയ്യും. പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജനയ്ക്ക് കീഴിൽ 559 ഗ്രാമങ്ങൾക്കായി 56 കോടി രൂപയും പ്രധാനമന്ത്രി കൈമാറും. 2014 മുതൽ സർക്കാർ നിരവധി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. തങ്ങളുടെ സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ വേഗത കൂടുമെന്നും രാജ്യത്തിന് അനുകൂലമായ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പാർലമെന്റിന് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഇന്ന് പുലർച്ചെ നടന്ന വാഹനാപകടത്തിൽ 7 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ മുസുനൂർ ടോൾ പ്ലാസയിൽ 2 ലോറികളും സ്വകാര്യ ട്രാവൽസ് ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് ഗവർണർ S. അബ്ദുൾ നസീർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ഗവർണർ അനുശോചനം അറിയിച്ചു. പാകിസ്ഥാനിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ 250 സീറ്റിൽ ഫലമറിവായപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുമായി ബന്ധമുള്ളവർ ഉൾപ്പെടെ സ്വതന്ത്രർ 99 സീറ്റ് നേടി. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് 71 സീറ്റും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 53 സീറ്റും നേടി തൊട്ടുപിന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനായി രാജ്യവ്യാപകമായി നടന്ന ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെടുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സൈന്യം അറിയിച്ചു. അതിനിടെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള PPPയും സർക്കാർ രൂപീകരണത്തിനായി ചർച്ച നടത്തിയതോടെ പാകിസ്ഥാനിൽ സഖ്യകക്ഷി സർക്കാർ വന്നേക്കുമെന്ന സൂചനയുമുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. ടൂർണമെന്റിൽ തുടർച്ചയായ വിജയങ്ങളുമായാണ് ഇരു ടീമുകളും ഫൈനലിലെത്തിയത്. സെമി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെയും ഓസ്ട്രേലിയ പാകിസ്ഥാനെയും പരാജയപ്പെടുത്തി. ISLൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് ഗുവാഹട്ടിയിൽ നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാനും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. FIH പുരുഷ ഹോക്കി പ്രോ ലീഗിൽ ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സ്പെയിനിനെ നേരിടും. ഭുവനേശ്വറിലെ കലിംഗ ഹോക്കി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. ലോക പുസ്തകമേളയ്ക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾക്കും കൌമാരക്കാർക്കുമുള്ള ദേശീയ ഡിജിറ്റൽ ലൈബ്രറിയും അനാച്ഛാദനം ചെയ്യും. ഈ മാസം 18 വരെ പുസ്തകമേള തുടരും. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. അമേരിക്കൻ സംസ്ഥാനമായ ഹവായിയിൽ റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായി. എന്നാൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗോത്രോത്സവം ആദി മഹോത്സവ് 2024 രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഭാരത് വികസിത് ഗുജറാത്ത് പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രത്തിന്മേലുള്ള ചർച്ച രാജ്യസഭയിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച ചർച്ച ലോക്സഭയിലും പുരോഗമിക്കുന്നു. 2023-2024 സാമ്പത്തിക വർഷത്തേക്കുള്ള EPF നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് 8.25% വർദ്ധിപ്പിക്കാൻ തീരുമാനം. പാകിസ്ഥാനിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചിത്രം ഉടൻ വ്യക്തമാകും. നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന് സാധ്യത. അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ നാളെ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.